മത്തായി ചാക്കോ ഭക്തനാണെന്ന് പറഞ്ഞ ആ നടപടി തീർച്ചയായിട്ടും തെറ്റാണ്. അത് അടിസ്ഥാനരഹിതമായി പറഞ്ഞതാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു മതവിശ്വാസിയായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. അന്നാണ് നികൃഷ്ടജീവി എന്ന് വിളിച്ചത്. ആ പറഞ്ഞ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നവോത്ഥാന നായകനാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതാണ് പഴയ വിജയനും പുതിയ വിജയനും. അല്ലെങ്കിൽ വിജയൻ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവിൽ നിർത്തിയിട്ട് പോയ വിജയനാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതാണ് CPM-ന്റെ PB അംഗം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇദ്ദേഹം ഭക്തനാണ് എന്ന് പറയിപ്പിക്കുകയാണ്. ഭക്തൻ എന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു സാമുദായിക നേതാവ് കേരളത്തിൽ നൽകുന്നതായി നമുക്ക് അറിവുള്ളതല്ല. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കേരളത്തിന് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ളതാണോ? അതിനു മുമ്പ് മാധവ് പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ മാധ്യമങ്ങൾ ഏത് വിഷയം ചർച്ചയ്ക്കെടുക്കണം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണോ, അതോ ഇവരുടെ ഏതാനും വ്യക്തികൾ തീരുമാനിക്കുന്നതാണോ? സത്യത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങളെ അങ്ങനെ ഒരു പാസീവ് കമൻറ്റിൽ വിടുകയല്ല ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ അവർക്ക് ഈ വിഷയം ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വേറൊരു കാര്യം പറയുന്നതുമാവാം. പക്ഷേ അവരങ്ങോട്ട് തീരുമാനിക്കുകയാണ്, ഇന്നത്തെ ദിവസം ഇന്നതാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം മാത്രം ചർച്ച ചെയ്താണോ ഒരു ക്യാബിനറ്റോ അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടല്ലോ ജോസഫ് സി മാത്യു. അവർക്ക് ഈ വിഷയമാണെങ്കിലേ ഞങ്ങൾ ചർച്ചയിലേക്ക് വരുന്നുള്ളൂ എന്നവർ തീരുമാനിക്കുന്നു. പക്ഷെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നില്ല. അത് മനസ്സിലായി. അവർക്കതിൽ അഭിപ്രായം, അവരുടെ നേതാക്കന്മാർ ഇന്നേ ദിവസം മറ്റു പല വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിനെ കുറിച്ചല്ല, അവരതിലൂടെ ചെയ്യുന്ന ആ സമ്മർദ്ദതന്ത്രത്തിലൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഏത് വിഷയം തീരുമാനിക്കണം, ആരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കണം, ആരൊക്കെ അഭിപ്രായ പ്രകടനം നടത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവർ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കലാണ്. ഇത് നമ്മൾ ഈ അട്ടിമറി എന്നൊക്കെ പറയുന്നത്, നമ്മൾ തൊഴിലാളികളെ പലപ്പോഴും പറയുന്ന പോലെ ഇവിടെ ലോഡ് ഇറക്കണമെങ്കിൽ ഇങ്ങനെ ഇറക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ ഒരു പ്രക്രിയയാണിത്. ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. ഇത് ആദ്യത്തെ സംഭവമല്ല, നമുക്കറിയാം. പക്ഷെ നമ്മൾ പറഞ്ഞു പോകുന്ന അവർ പങ്കെടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവർ കേരളത്തിലെ ഒരു പ്രബല ശക്തി ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ട്യൂൺ മാറ്റണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് ദേശീയ തലത്തിൽ BJP ചെയ്യുന്നുണ്ട്. അതിനെ ഫാസിസം എന്നും ഏകാധിപത്യ പ്രവണതയെന്നും വിളിക്കുന്നുണ്ട് എല്ലാവരും. അപ്പം നമ്മുടെ കഴിവുകേട് കൊണ്ടാണോ നമ്മൾ, അതായത് നമ്മുടെ ശക്തിക്കുറവ് കൊണ്ടാണോ നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് ആകുന്നത് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആകുന്നത് എന്നുള്ള ചോദ്യം എല്ലാ കാര്യത്തിലും പ്രസക്തമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തു പറഞ്ഞത്. പല വിഷയങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പം ശബരിമലയിലെ പ്രവേശനം സംബന്ധിച്ചുള്ള പാർട്ടിയുടെ വിഷയങ്ങളിലും അവർ തീരുമാനമെടുത്തത് അങ്ങനെയാണ്. നിങ്ങളുടെ ഇന്നത്തെ ചർച്ച ആ പെർസ്പെക്റ്റീവിലല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത്, ഇവിടെ ഒരുപാട് പേരെ ഇതാണ് പ്രോഗ്രസീവ്നെസ്, 4 വോട്ടിന് വേണ്ടി ഇതിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തെരുവിൽ നിർത്തിയിട്ട് പോയ ആൾക്കാരാണ്. അവർ ഓരോ താല്പര്യത്തിനനുസരിച്ച് ഈ മാറ്റം വരുന്നത്. അതിനോട് ചേർന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന നടത്തുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് എന്നുള്ളതിലുപരി ആ സംഗമത്തിലേക്ക് മുഖ്യമന്ത്രിയോടൊപ്പം ഒരേ കാറിൽ വന്ന ആളാണ്, ഒന്നിച്ച് വന്നിറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന് ആ കാറില്ലാഞ്ഞിട്ടല്ല അദ്ദേഹം വരാഞ്ഞ, ആ കാറ് കൊണ്ട് അതിൽ മുന്തിയ കാറുമുണ്ട്. എന്നിട്ടും അദ്ദേഹം കൂടെ വന്നത്, മുഖ്യമന്ത്രിയോടൊപ്പം വന്നത് അദ്ദേഹത്തെ ക്ഷണിച്ചത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയോടൊപ്പം ആ കാറിൽ വന്നിറങ്ങുന്നു, അവരൊന്നിച്ച് ഈ വേദിയിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ടാണ് ഇവർ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം ഒരു കേസിലെ പ്രതിയാണ്. അത് പ്രതിസ്ഥാനത്ത് അങ്ങനെ പലർക്കും വരാം. പക്ഷെ പ്രതി ആയിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കേസ് VS അച്യുതാനന്ദൻ മുൻകൈ എടുത്ത് മുന്നോട്ട് നടത്തിയിരുന്ന ഒരു കേസ്, ആ കേസിൽ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അവസാന നിമിഷം മാറ്റാൻ തീരുമാനിക്കുകയും ആ മാറ്റാൻ തീരുമാനിച്ചത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കേസ് വന്നു. അതിൽ വാദിഭാഗം അഭിഭാഷകൻ നേരത്തെ ഞങ്ങളോടൊക്കെ ഒപ്പം പുറത്താക്കപ്പെട്ട അന്നത്തെ ഗവൺമെൻറ് ലീഡറായിരുന്ന അനിൽകുമാറായിരുന്നു. ആ കേസിലെ ഒരു വാചകം മാത്രം ഞാൻ വായിക്കാം. ഈ അഭിഭാഷകനെ മാറ്റിയത് മുഖ്യമന്ത്രിയും
ശ്രീ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബന്ധം ഇതിലൊരു സുപ്രധാന ഘടകമാണെന്നും ഇത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്നുള്ള വാദമുണ്ട്. ആ പറഞ്ഞ വാദം എടുത്തു പറഞ്ഞിട്ട് കോടതി പറയാണ്, അതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കടക്കുന്നില്ല. However, this court is inclined to address the apprehension voiced by the respondent, doubting delay in the investigation by changing the investigating team at the fag end, while ensuring free and fair investigation of this crime, which is at the knock-off stage, within a time-bound manner and without much delay. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റിയതിൽ ഈ അവസാന നിമിഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിൽ ഈ ബന്ധം ഉണ്ടോ എന്നുള്ള കാര്യം കോടതിയും അടിവരയിട്ടിരിക്കുന്നു. എന്നിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയ കാർത്തിക് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനിലേക്ക് അന്വേഷണം കൊടുത്ത നടപടി റദ്ദാക്കിക്കൊണ്ട് ശശിധരൻ എന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനിലേക്ക് തിരിച്ചേൽപ്പിച്ച് 3 മാസത്തിനകം അന്വേഷണം തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിനെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ആ അന്വേഷണത്തിന് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ആ ആക്ഷേപം നേരിടുന്ന ഈ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും കൂടെ ഒന്നിച്ചവിടെ വന്നിട്ട് ഇദ്ദേഹം നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒരു ഭക്തനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മത്തായി ചാക്കോ ഒരു ഭക്തനാണെന്നൊരു ആൾ ഇവിടെ പറഞ്ഞിരുന്നു. മത്തായി ചാക്കോ ഭക്തനാണെന്ന് പറഞ്ഞ ആ നടപടി തീർച്ചയായിട്ടും തെറ്റാണ്. അത് അടിസ്ഥാനരഹിതമായി പറഞ്ഞതാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു മതവിശ്വാസിയായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാം. അന്നാണ് നികൃഷ്ടജീവി എന്ന് വിളിച്ചത്. ആ പറഞ്ഞ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നവോത്ഥാന നായകനാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതാണ് പഴയ വിജയനും പുതിയ വിജയനും. അല്ലെങ്കിൽ വിജയൻ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവിൽ നിർത്തിയിട്ട് പോയ വിജയനാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതാണ് CPM-ന്റെ PB അംഗം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇദ്ദേഹം ഭക്തനാണ് എന്ന് പറയിപ്പിക്കുകയാണ്. അപ്പോൾ പമ്പ വരെ പോയുള്ളൂ, പമ്പ കഴിഞ്ഞ് പിന്നെ 2 കിലോമീറ്ററും കൂടെ കൊണ്ടെന്നൊക്കെ വേറെ ചിലർ പറയും. പക്ഷേ ഇദ്ദേഹം മൗനമായിരിക്കുന്നത് ഇദ്ദേഹം ഒന്നിച്ചു വരുന്ന ആളിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നൗഷാദിൻ്റെയും പല വിഷയങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. പക്ഷേ എല്ലാ മനുഷ്യർക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഒരല്പം ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്നാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ അവിടെ ചെല്ലുമ്പം അദ്ദേഹത്തിന് ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നത് NDAയുടെ സംസ്ഥാന കൺവീനറാണ്. മകനൊക്കെ ആയിരിക്കാം. NDAയുടെ സംസ്ഥാന കൺവീനറാണ്. ഈ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെയായി മാറുകയാണ്. ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് അവിടുത്തെ സമ്മേളനത്തിൽ വളരെ അഭിമാന പുരസ്സരം വായിക്കുകയാണ്. അതിലെന്താ തെറ്റ് എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷെ ആ തെറ്റ് ഇവിടെ സംസ്ഥാനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ CPM-ഉം ഈ നേതാക്കന്മാരുമാണ്. അവർക്കങ്ങ് പുളകം കൊള്ളുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വെച്ചിട്ട്. എന്നിട്ട് ഇവിടെ പറഞ്ഞ എന്താണ്, ഇവിടെ വർഗീയവാദികളെ ഒന്നും ക്ഷണിക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെ ഇക്കാലം അത്രയും ഉന്നയിച്ച ആക്ഷേപങ്ങൾ എല്ലാം ഇവർ വിഴുങ്ങിയോ? അപ്പോൾ ഇത് മുഴുവൻ രാഷ്ട്രീയമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ വാസവനൊക്കെ അതിൻ്റെ അകത്ത് വളരെ വളരെ സൈലൻ്റായിട്ട് ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് 2024 നടന്ന ഏഷ്യ പസഫിക് നമ്മുടെ സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിൽ ഡെഡ് സീയിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ശ്രീ VN വാസവൻ പോകട്ടെ എന്ന് അമിത്ഷാ തീരുമാനിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ഈ ബന്ധങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അടഞ്ഞ അധ്യായമാണ് ചിലർ പ്രഖ്യാപിക്കുകയാണ്. യുവതീ പ്രവേശം അടഞ്ഞ അധ്യായമാണ്, അത് കഴിഞ്ഞ അധ്യായമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആയിക്കോട്ടെ, പ്രഖ്യാപിക്കാം. അത് CPM-ന്റെ അഭിപ്രായമാണോ? ശ്രീ MA ബേബിയുടെ ഒരു ലേഖനം ഹിന്ദുവിലും പിന്നീട് അതിൻ്റെ പരിഭാഷ മാതൃഭൂമിയിലും വന്നു. അദ്ദേഹം വ്യക്തമാക്കണം അത് അടഞ്ഞത് ഏത് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ്, ഏത് പാർട്ടി തീരുമാനിച്ച കാര്യമാണ് ഇവർ പറയുന്നത്. അത് ഓരോ നേതാക്കന്മാർക്ക് ഓരോന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിലെ സംസ്ഥാനത്തോട് തുറന്ന് പറയണം. തുറന്ന് പറയുമ്പോൾ ബാക്കി നമുക്കറിയാവുന്നത് നമ്മൾ പറയാം. ശരി, ഈ കഴിഞ്ഞ അധ്യായവും അടഞ്ഞ അധ്യായവും തമ്മിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതും തമ്മിൽ തന്നെ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രണ്ടുപേരുടെയും പ്രതികരണം അടക്കം കൊടുത്തിട്ട് ഇതിൽ ശരിക്കുമുള്ള അധ്യായം എന്താണ് എന്നതടക്കം ചോദിക്കുകയും ചെയ്തതാണ്. അതിനപ്പുറത്തും അത് ഒരു വാചകം കൂടി, ഇവര് നമ്മളെ കബളിപ്പിക്കുകയാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. നയങ്ങളൊക്കെ ഇവർക്ക് തീരുമാനിക്കുക. അവർ ഞങ്ങളുടെ നയം മാറി, ഇതാണ് ശരി, അന്ന് ഞങ്ങൾ പറഞ്ഞ തെറ്റായിരുന്നു, ഇത് അടഞ്ഞ അധ്യായമാണെന്ന് CPM-ന് തീർച്ചയായിട്ടും പറയാം. അതൊക്കെ അവർക്ക് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ ഇവരത് പറയണ്ടേ? ഇവർ ഈ കളിനും ചക്കരയ്ക്കും വേണ്ടി ചെത്തിയിട്ട് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും? ഇവർ കബളിപ്പിക്കുകയാണ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇവരെ ഇപ്പം 3000 പേരെ വിളിച്ച വേദിയിൽ ഈ 3000 പേരെ 3500 പേരെ അവിടെ കൊണ്ടുവരാൻ CPM-ന് കഴിവില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ?
CPM തീർച്ചയായിട്ടും കഴിവുണ്ട്. പക്ഷേ CPM അത് ശ്രദ്ധിച്ചില്ല. CPM വേദി മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അവർ ഈ സമുദായ നേതാക്കന്മാരെ അവിടെ കൊണ്ടുവരുന്നതിലും യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിക്കുന്നതിലും കണ്ഠരര് മോഹനർക്ക് കൈ കൊടുത്ത് വേദിയിലേക്ക് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് കണ്ഠരര് മോഹനരാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം നേരത്തെ നടത്തിയ പ്രസംഗമുണ്ട്. നിങ്ങളൊന്ന് കേൾപ്പിക്കുമോ ഇവിടുത്തെ ആൾക്കാരെ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി വലിയ തോതിൽ പിന്നെയും വൈറലാവുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഈ കാപട്യം കസേരയിലിരിക്കേണ്ട ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ കോൺട്രാക്ടർമാരുണ്ടല്ലോ, വോട്ട് കോൺട്രാക്ടർമാരാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ചിലർ, അവരാണ് ഈ വേദിയിലിരുന്നു കൊണ്ട് ഞങ്ങളെല്ലാവരും വന്നു എന്നുള്ളതിൽ വലിയ വിജയമായിട്ട് സർക്കാർ കാണുകയാണ്. ഈ കാപട്യം ഇത് സത്യത്തിൽ ഒരു സർക്കാർ ഇതുപോലൊരു മതപരമായ പരിപാടി നടത്തുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. സർക്കാർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇത്ര ബ്ലേറ്റൻ്റായിട്ട് ഒരു രാഷ്ട്രീയ നിലപാട് സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഇത്ര പ്രകടമായി ഒരു ദേവസ്വം ബോർഡ് പെരുമാറിയ ഒരു സന്ദർഭം എൻ്റെ ഓർമ്മയിലില്ല സത്യത്തിൽ. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഞാൻ അങ്ങനെയൊക്കെ വരികയും ചെയ്യാം. കോടതിയിലൊക്കെ ബോർഡാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞതെങ്കിലും സർക്കാർ പരസ്യങ്ങളിലടക്കം മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ ചിത്രങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പരിപാടിയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിമർശനം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്.